ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ദൈവകരുണ നുകർന്നാൽ മാത്രം പോരാ, പിന്നെയോ നിൻ്റെ ഉള്ളിലെ കരുണ മറ്റുള്ളവരിലേക്ക് പകരാൻ നിനക്കാകണം. അങ്ങനെ നിനക്കായില്ലെങ്കിൽ ദൈവകരുണയും നിഷേധിക്കപ്പെടുമെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വചനഭാഗങ്ങളിലൂടെ ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നോട് തെറ്റ് ചെയ്യുന്ന സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ എന്ന വലിയ മുക്കുവനായ പത്രോസിൻ്റെ ചോദ്യത്തിന് 7 അല്ല 770 എന്ന അസാധാരണത്വം നിറങ്ങി നിൽക്കുന്ന കണക്കുനിരത്തി മറുപടി നൽകുന്ന ക്രിസ്തുവിനെ ഇന്നത്തെ സുവിശേഷത്തിൽ കാണാം. തുടർന്ന് നിർദ്ധയനായ ഭൃത്യൻ്റെ ഉപമയിലൂടെ കരുണയുടെ വലിയൊരു പാഠം നമ്മെ പഠിപ്പിക്കുന്നു. നാം ഓരോരുത്തരും കരുണയുടെ വക്താക്കൾ ആകേണ്ടവരാണ് എന്ന്. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും കരുണ കാണിക്കേണ്ടത് അല്ലയോ എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തു ഓർമ്മിപ്പിക്കുകയാണ്. ക്ഷമ, കരുണ ഇവയൊക്കെ വളരെ ചെറിയ വാക്കുകളാണ്, എന്നാൽ നിർവചിക്കാൻ പ്രയാസമേറിയതുമാണ്. നാം വൈരാഗ്യം വച്ച് പുലർത്തി എന്നാൽ ക്ഷമിക്കാനും മറന്നുപോകുന്നു. എന്നാൽ ക്രിസ്തു നമുക്ക് പകർന്നുന്ന പാഠം ക്ഷമിക്കണം എന്നല്ലേ. നിന്റെ ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുവാൻ ക്രിസ്തു പറയുന്നു. 1 മൈൽ ദൂരം നടക്കുവാൻ ആവശ്യപ്പെടുന്നവനോടൊപ്പം 2 മൈൽ ദൂരം നടക്കുവിനെന്നും അവൻ പറയുന്നു. ബലിയല്ല, കരുണയാണ് ആഗ്രഹിക്കുന്നത് എന്നല്ലേ അവൻ പഠിപ്പിച്ചത്. പിതാവ് കരുണയുള്ളവനാണ്, അതുകൊണ്ട് നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന ആഹ്വാനമല്ലേ ക്രിസ്തു നമുക്ക് നൽകുന്നത്. നാമും ഇന്നത്തെ സുവിശേഷത്തിലെ സേവകനെ പോലെയാണ്. നമുക്ക് കരുണ ലഭിക്കണം, എന്നാൽ മറ്റുള്ളവരോട് ദുഷ്ടതയുടെ പ്രഘോഷണവുമാണ്. 10,000 താലന്ത് ഇളവ് ചെയ്ത ദൈവത്തിൻ്റെ ഹൃദയവലിപ്പവും 100 ദനാറയുടെ ചില്ലിക്കാശ് ഇളവ് ചെയ്യാൻ പോലും മനസ്സ് വരാത്ത നമ്മുടെ ഹൃദയത്തിൻ്റെ ചെറുപ്പത്തെക്കുറിച്ചുമാകട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. നമുക്കും ക്രിസ്തുവിൻ്റെ ആ ഹൃദയത്തോളം വലുതാകേണ്ടിയിരിക്കുന്നു. കരുണ ഇത് എല്ലാവരിലും കടന്നു വരുന്ന ഒരു വികാരമാണ്. എന്നാൽ പ്രാവർത്തിക തലങ്ങളിലെത്തുമ്പോൾ പലപ്പോഴും കരുണ കാണിക്കുവാനും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും പലപ്പോഴും നാം പരാജയപ്പെട്ടു പോകുന്നു. ഉള്ളിൽ സ്നേഹമുള്ള വ്യക്തികൾക്ക് മാത്രമേ മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനും ക്ഷമിക്കുവാനും സാധിക്കുകയുള്ളൂ. നമ്മുടെയൊക്കെ സ്നേഹം പ്രതിഫലം പ്രതീക്ഷിക്കാത്ത സ്നേഹമാണെങ്കിൽ, കപടമല്ലാത്ത സ്നേഹമാണെങ്കിൽ, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന സ്നേഹമാണെങ്കിൽ തീർച്ചയായും നമുക്കും മറ്റുള്ളവരോട് ആത്മാർത്ഥമായി കരുണ കാണിക്കുവാൻ, ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കും. നമുക്കും ക്രിസ്തുവിൻ്റെ ആ വലിയ ഹൃദയത്തോടൊപ്പം വളരാം. കുത്തിമുറിവേൽപ്പിക്കപ്പെട്ട ആ തിരുഹൃദയത്തോളം നമുക്കും വളരുവാനായിട്ടുള്ള കൃപകൾക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.